ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, എടി 2 സാരി അത്യാവശ്യമായിട്ട് ഫോൾഡ് ചെയ്ത് തരാമോ എന്നുള്ളത്. അവൾക്ക് നാളെ രാവിലെ വെളുപ്പിന് 5 മണിക്ക് മുമ്പ് കിട്ടണം എന്ന് പറഞ്ഞു. ഒരു ദിവസമെങ്കിലും തടയുന്നവരുടെ രക്ഷയില്ല. ഇത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 6 എണ്ണം ഒരുമിച്ചുണ്ട്. പിന്നെ എൻ്റെ ചീത്തവിളി കേൾക്കാൻ പറ്റാഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ അവളെ 2 എണ്ണമെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ 6 എണ്ണം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മുടെ കൂടെയുള്ള കുട്ടികളും പറഞ്ഞു, ചേച്ചി കളയണ്ട ചേച്ചി, ഇപ്പം കിട്ടുന്ന വർക്കേ ഉണ്ടാവുള്ളൂ, വിട്ട് കളയണ്ട, നമുക്ക് വീഡിയോസിനുള്ള വകയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ പ്രലോഭിപ്പിച്ച് ഞാൻ എടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം അവർ കാര്യം പറഞ്ഞെങ്കിലും നിപ്പിൽ ചെയ്യേണ്ടത് ഞാനല്ലായിരുന്നോ. നടുവൊടിഞ്ഞ് ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടി ചെയ്ത് തീർത്തപ്പോഴാണ് അവൾ പറയുന്നത്, എടി ഞങ്ങൾക്ക് വയ്യ, തീരെ വയ്യ, 4 മണിയാകുമ്പോഴത്തേനും മേക്കപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ വന്നിട്ട് നിം നിം ഡും ഡും എന്ന് വന്ന് മുട്ടിയിട്ടാണ് ഞാൻ ആ വർക്ക് ചെയ്ത് തീർത്ത് അവർ പിക്ക് ചെയ്തുകൊണ്ട് പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ദിവസം മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ കസിന് വേണ്ടിയിട്ട്, എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വർക്കാണ്. അവൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത് കുറച്ച് പ്ലസ് സൈസുകാർക്കുള്ളതാണ് കേട്ടോ. അത്യാവശ്യം സൈസ് ഉണ്ട് ആൾ. അപ്പോൾ സ്ലീവിന് പഫ് കൊടുത്താലോ എന്നുള്ളൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോഴത്തേനും പഫൊക്കെ വെച്ചു. പക്ഷേ പഫ് കൊടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ മെറ്റീരിയൽ വേണമല്ലോ. ഏകദേശം ഒരു 3.5 മീറ്റർ ഞാൻ ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ, ഒരു കൂൾ ഷെയ്ഡ് കളറാണ്, കോട്ടൺ ആണ് കേട്ടോ. എന്താ പിന്നെ കേംബ്രിഡ് കോട്ടണോ അങ്ങനെ എന്തൊക്കെയോ പറയൂ ഇതിൻ്റെ പേര്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ പ്രിൻറ്റ് നല്ലൊരു പ്രിൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്താണ് കേട്ടോ. അപ്പം ഇതിൽ ലൈനിങ് ഒന്നിട്ട് ഇടാതെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് യോക്കിന് വേണ്ടി മാത്രം നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ കുറച്ച് റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ റെഫറൻസ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അവൾ റീസെൻ്റായിട്ട് ചെയ്തതിൽ ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്താ പറയണ പറഞ്ഞ് വീഴ്ത്തിയൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം തരും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പഫ് വന്നപ്പോൾ ചെറിയൊരു ജോയിൻ്റൊക്കെ സ്ലീവിന് കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ പിക്ക് അല്ല വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്ലീറ്റ് വേറെ ആരും സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ പ്ലീറ്റ്